കേന്ദ്ര പെൻഷൻകാർക്ക് നടപ്പാക്കിയ പെൻഷൻ പരിഷ്കരണം നേടിയെടുക്കുന്നതിനു വേണ്ടി നടത്തിയ പോരാട്ടങ്ങളെ തുടർന്ന് കേന്ദ്ര ട്രിബ്യൂണൽ അനുകൂലമായി നടത്തിയ വിധിക്കെതിരെ ഗവൺമെന്റ് നൽകിയ റിട്ട് ഹർജിയെ തുടർന്ന് കൊടുത്ത കോടതി അലക്ഷ്യ കേസ് വിജയത്തിലെത്തിക്കുക എന്ന സുപ്രധാന ദൗത്യമാണ് അസോസിയേഷന്റെ മുൻപിൽ ഉള്ളത് എന്ന് RN പട നായർ പറഞ്ഞു. ഓൾ ഇന്ത്യ BSNL പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കാഞ്ഞിരപ്പള്ളി ബ്രാഞ്ചിന്റെ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓൾ ഇന്ത്യ BSNL പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കാഞ്ഞിരപ്പള്ളി ബ്രാഞ്ചിന്റെ വാർഷിക പൊതുയോഗം നടന്നു. അഖിലേന്ത്യാ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി RN പട നായർ യോഗം ഉദ്ഘാടനം ചെയ്തു. റൂൾ 37A എന്ന ഒരു വകുപ്പ് ഭേദഗതി ചെയ്തു പെൻഷൻ നിയമത്തിൽ. അങ്ങനെ ഭേദഗതി ചെയ്തുകൊണ്ട് നാളെ BSNL ഉണ്ടായാലും കൊള്ളാം, നശിച്ചു പോയാലും കൊള്ളാം, ലാഭത്തിലായാലും കൊള്ളാം, നഷ്ടത്തിലായാലും കൊള്ളാം, നാളെ അത് അടച്ചുപൂട്ടിയാലും കൊള്ളാം, BSNL നിന്ന് റിട്ടയർ ചെയ്യുന്ന ആൾക്കാർക്ക് പെൻഷൻ നൽകുന്നതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും എന്നത് വളരെ വ്യക്തമായി ഉത്തരവ് പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിഞ്ഞതുകൊണ്ടാണ് നമ്മൾ അന്ന് അബ്സോർബ് ചെയ്ത് BSNLിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് വന്ന കേന്ദ്ര പെൻഷൻകാർക്ക് കിട്ടിയ എല്ലാ ആനുകൂല്യങ്ങളും നമ്മൾ നേടിയെടുത്തു. സ്വമേധയാ തന്നില്ല സർക്കാർ, നമ്മൾ ആവശ്യപ്പെട്ട് ബഹളം കൂട്ടി സമരം ചെയ്ത് നേടിയെടുത്തു. അന്ന് നമുക്ക് അറിയുന്ന പോലെ നമ്മുടെ ജനറൽ സെക്രട്ടറി അന്ന് രാമൻകുട്ടിയാണ്. രാമൻകുട്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന് വളരെ മുൻകൂട്ടി ദീർഘദൃഷ്ടിയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പോൾ ഡിമാൻഡുകൾ ഉയർത്തി ആവശ്യപ്പെട്ട് അതിനുവേണ്ട പ്രക്ഷോഭങ്ങൾ നടത്തിയാണ് നമ്മുടെ നിരവധി ആനുകൂല്യങ്ങൾ നേടിയെടുത്തത്. അതൊക്കെ നിങ്ങൾക്കറിയാം. ചെറുക്കറൂർ ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിൽ വെച്ചാണ് യോഗം ചേർന്നത്. പ്രസിഡന്റ് VD നാരായണൻ ആചാരി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംഘടനാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ നായർ യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു. സർക്കിൾ ഓർഗനൈസിംഗ് സെക്രട്ടറി PK പത്മനാഭൻ നായർ, സർക്കിൾ അസിസ്റ്റന്റ് സെക്രട്ടറി JV ഡാനിയൽ, ജില്ലാ സെക്രട്ടറി PG രാധാകൃഷ്ണൻ നായർ, കാഞ്ഞിരപ്പള്ളി ബ്രാഞ്ച് രക്ഷാധികാരി TM ജോസഫ് എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. യോഗത്തിൽ 80 വയസ്സ് കഴിഞ്ഞ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. മെമന്റോയും പൊന്നാടയും അണിയിച്ചാണ് മുതിർന്ന അംഗങ്ങളെ ആദരിച്ചത്. യോഗത്തിൽ വാർഷിക റിപ്പോർട്ട്, വരവ് ചിലവ് കണക്ക് അവതരണം നടന്നു. സംഘടനാ വിഷയങ്ങളിൽ ചർച്ചയും സംഘടിപ്പിച്ചു. പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തു. കൃതജ്ഞതയോടെ യോഗം അവസാനിച്ചു. ഐഫോറിയ ന്യൂസ്, പാലാ.